സിനിമാ താരങ്ങളിൽ മലയാളികൾ ഏറ്റവും കൂടുതൽ സ്വീകാര്യത നൽകിയിട്ടുള്ള നടൻ ആരാണെന്ന് ചോദിച്ചാൽ അധികം ചിന്തിക്കാതെ തന്നെ ഉത്തരം പറയാൻ പറ്റും. അല്ലു അർജുൻ. ഇന്ന് തെലുങ്ക് സിനിമാ ലോകത്ത് ഏറ്റവും അധികം പ്രതിഫലം വാങ്ങുന്ന താരങ്ങളിൽ ഒരാൾ കൂടിയാണ് അല്ലു. അദ്ദേഹത്തിന്റെ 2024 ആസ്തി മൂല്യം എത്രയാണെന്ന് അറിയാമോ? 460 കോടി രൂപയുടെ ആസ്തിയാണ് അല്ലു അർജുനുള്ളത്. അഭിനയത്തിന് പുറമെ വിവിധ സംരംഭങ്ങൾ അല്ലു അർജുന് സ്വന്തമായിട്ടുണ്ട്. 2022 അല്ലു സ്റ്റുഡിയോ എന്ന പേരിൽ അദ്ദേഹം ഹൈദരാബാദിൽ ഒരു പ്രൊഡക്ഷൻ ഹൗസ് സ്ഥാപിച്ചിരുന്നു. സിനിമാ നിർമ്മാണം, വാണിജ്യാടിസ്ഥാനത്തിലുള്ള നിർമ്മാണം, TV പ്രൊഡക്ഷൻ തുടങ്ങിയവ നടത്തുന്ന ഈ കമ്പനി 10 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്നതാണ്. ആധുനിക സാങ്കേതിക വിദ്യകളാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അല്ലു കുടുംബത്തിന് ഗീത ആർട്സ് എന്ന പേരിൽ മറ്റൊരു സിനിമാ നിർമ്മാണ വിതരണ കമ്പനി സ്വന്തമായിട്ടുണ്ട്. 2023 ജൂണിൽ ഹൈദരാബാദിൽ അല്ലു അർജുൻ സ്വന്തം മൾട്ടിപ്ലക്സ് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തിരുന്നു. വൈകാതെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൂടി ബിസിനസ് വ്യാപിപ്പിക്കുന്നുമുണ്ട്. സിനിമാ മേഖലയ്ക്ക് പുറത്തും അല്ലു അർജുന് ബിസിനസ് സംരംഭങ്ങളുണ്ട്. ഹൈദരാബാദിലെ ജൂബിലി ഹിൽസിൽ റെസ്റ്റോറന്റ് ബിസിനസ് നടത്തുന്നുണ്ട്. ബഫലോ വൈൽഡ് വിംഗ് ഫ്രാഞ്ചൈസി ബിസിനസ്സാണിത്. സോഷ്യൽ മീഡിയയിലും സജീവമായ അല്ലു അർജുൻ സ്പോൺസേഡ് പോസ്റ്റുകൾ പങ്കുവെക്കാറുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ 25 മില്യൺ ഫോളോവേഴ്സാണ് അല്ലു അർജുനുള്ളത്. പ്രമുഖ ആഭ്യന്തര അന്താരാഷ്ട്ര ബ്രാൻഡുകളുമായി ബന്ധപ്പെട്ടും അല്ലു അർജുന് വരുമാനം ലഭിക്കുന്നുണ്ട്. KFC, ഹീറോ മോട്ടോകോർപ്പ് തുടങ്ങിയ പ്രമുഖ കമ്പനികളുമായി അല്ലു അർജുന് കരാറുകളുണ്ട്. തെലുങ്ക്, തമിഴ് കണ്ടന്റുകൾ നൽകുന്ന OTT പ്ലാറ്റ്ഫോമായ ആഹായുടെ ബ്രാൻഡ് അംബാസിഡർ അല്ലു അർജുനാണ്. പിതാവ് അല്ലു അരവിന്ദ് സ്ഥാപിച്ച കമ്പനിയാണിത്. ഇതിലൂടെ ഡിജിറ്റൽ എന്റർടൈൻമെന്റ് രംഗത്തും അല്ലു അർജുൻ സജീവമാണ്. ഓൺലൈൻ കൺസൾട്ടേഷൻ, നഴ്സിംഗ് കെയർ, മെഡിസിൻ ഡെലിവറി ഉൾപ്പെടെ വിവിധ തരം മെഡിക്കൽ സേവനങ്ങൾ നൽകുന്ന സ്റ്റാർട്ടപ്പായ കോൾ ഹെൽത്ത് സർവീസസ് എന്ന ഹൈദരാബാദ് ആസ്ഥാനമായ കമ്പനിയിലും അല്ലു അർജുൻ നിക്ഷേപം നടത്തിയിട്ടുണ്ട്. സിനിമയ്ക്ക് പുറമെ മറ്റ് പല മേഖലകളിലും നിക്ഷേപം നടത്തുന്ന താരങ്ങളുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന കാലം കൂടിയാണിത്. അല്ലു അർജുനെ പോലെ സിനിമാ നിർമ്മാണ കമ്പനികൾ സ്വന്തമായിട്ടുള്ള നിരവധി താരങ്ങളുണ്ട്. എന്തായാലും അഭിനയത്തിനൊപ്പം ബിസിനസ് തിരക്കുകളിൽ കൂടിയാണ് അല്ലു അർജുൻ ഇപ്പോൾ കടന്നു പോകുന്നത്. വിജേത എന്ന ചിത്രത്തിൽ ബാലതാരമായി അഭിനയിച്ചാണ് അല്ലുവിന്റെ ചലച്ചിത്ര ജീവിതം ആരംഭിക്കുന്നത്. ചിരഞ്ജീവിയുടെ ഡാഡി എന്ന ചിത്രത്തിൽ ഒരു ഗാനരംഗത്ത് മാത്രമായി അല്ലു അർജുൻ അഭിനയിച്ചിരുന്നു. ആദ്യമായി നായകനായി അഭിനയിച്ച ചിത്രം K. രാഘവേന്ദ്ര സംവിധാനം ചെയ്ത ഗംഗോത്രി എന്ന സിനിമയാണ്. 2003 പ്രദർശനത്തിനെത്തിയ ചിത്രം ശരാശരി വിജയം നേടിയിരുന്നു. ചിത്രത്തിലെ ഗാനങ്ങൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. 2004 പ്രദർശനത്തിനെത്തിയ ആര്യ എന്ന ചിത്രമാണ് അല്ലുവിന്റെ അഭിനയ ജീവിതത്തിലെ വഴിത്തിരിവിന് കാരണമായത്. യുവാക്കൾക്കിടയിൽ ധാരാളം ആരാധകരെ നേടിയെടുക്കാൻ ഈ ചിത്രത്തിലൂടെ അല്ലു അർജുന് കഴിഞ്ഞു. തെലുങ്കിൽ മാത്രമല്ല, ആര്യ മലയാളത്തിലും അദ്ദേഹത്തിന് വലിയ സ്വീകാര്യത നേടിക്കൊടുത്തു. പിന്നീട് അദ്ദേഹത്തിന് കരിയറിൽ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. അല്ലുവിന്റെ എല്ലാ സിനിമകളും മലയാളി പ്രേക്ഷകരും ഏറ്റെടുത്തു. ഏറ്റവും ഒടുവിൽ പുഷ്പയിലൂടെ അദ്ദേഹം പാൻ ഇന്ത്യൻ ഹിറ്റ് അടിക്കുകയും ചെയ്തു. ഇനി പുഷ്പയുടെ 2ാം ഭാഗത്തിനായാണ് ആരാധകർ കാത്തിരിക്കുന്നത്. ഓഗസ്റ്റ് 15-നാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്താൻ പോകുന്നത്.